അന്ന് നമ്മൾ കോട്ടത്തിൽ അങ്ങനെ കണ്ട ആൾ അവിടെ ഉള്ളവരൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അന്ന് കോട്ടത്തിലെ അഖിൽ എന്തായാലും പേര് അഖില പിന്നീട് ഈ വാലൊക്കെ ഇട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. ബിഗ് ബോസ് കണ്ടവരൊക്കെ അയാൾക്ക് വോട്ട് ചെയ്യുമെന്നാണ്. ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പം ഞാൻ പറയുന്നത് മേജർ രവിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ നല്ല കാര്യമെന്ന് താങ്കൾ പറയുമ്പോഴത്തേക്കിന് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? എനിക്കറിയാം, പേഴ്സണലി കുറച്ച് അറിയാവുന്ന ആളാണ്. എന്താണ് താങ്കളൊരു BJP കാരിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ തുറന്നങ്ങോട്ടൊരു കാര്യം കൂടെ പറയാം. BJP മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് വർഗീയ സംഭവമാണ്. ഒരു വർഗീയമായി ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ കേരള സ്റ്റോറിയെ? ഒരു വർഗീയ പക്ഷിയാണ് BJP എന്ന് പറയുന്നത്. വർഗീയതയെ ഫാസിസ്റ്റ് കക്ഷിയാണ്. പക്ഷേ അവരിൽ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് നിൽക്കുന്ന പലരെയും തഴഞ്ഞുകൊണ്ട് സ്വന്തം പേര് പോലും വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്ന് പോലും അറിയാത്ത ആളുകളൊക്കെ മത്സരിക്കാൻ ഇറങ്ങും. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ KB ഗണേഷ് കുമാർ, അദ്ദേഹം രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞു വന്നൊരു വ്യക്തിയാണ്. അവർ കുറേ സിനിമയിൽ അഭിനയിച്ചു, കുറേ പുട്ടിയിട്ട് അഭിനയിച്ചു എന്നല്ലാതെ ആ പെൺകുട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കുട്ടി പണ്ട് കലാതിലകമായിരുന്നെന്നോ. എൻ്റെ ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏറ്റുമാനൂരിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് മാത്രം ഒന്ന് ചോദിക്കാം. കിഴക്കമ്പലം സാബുവിൻ്റെ കെയർ ഓഫിൽ ഒരു പുതിയൊരു താരസംഘടന എനിക്ക് TV സീരിയൽ ഒന്നും അല്ലാതെ അതിനപ്പുറം എന്താ പറയുന്നത്? സ്ത്രീകളെ അങ്ങനെ നിർത്തുന്നത്, ഒരു നടി ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ നിർത്തുന്നത് അത് അവരുടെ ഒരു ടെക്നിക്കായിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു ടെക്നിക്ക്, ഇതൊന്നും ടെക്നിക്കൊന്നും അല്ല. ഇതൊക്കെ ഫൂളറിയാം. അത് വേറൊരാളത്തെ നിർത്തിയിട്ടുണ്ടല്ലോ. ഇത് കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും രാഷ്ട്രീയ അവബോധമില്ലാന്ന് ഞാൻ പറയും.